ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഭയങ്കര അടിപൊളി പടമായിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ്, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഒരു നാഷണൽ അവാർഡൊക്കെ ആദ്യത്തെ കിട്ടുന്നതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല. ഇതിനകത്ത് മിക്കവാറും നാഷണൽ അവാർഡൊക്കെ കിട്ടാനായിട്ട് നല്ല സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി പെർഫോമൻസാണ് പുള്ളി. ഗുളികനായിട്ടൊക്കെ വരുന്ന കുറച്ച് സീനുകളുണ്ട്, അതൊക്കെ ഭയങ്കര എടുത്ത് പറയേണ്ട സാധനങ്ങളാണ്. പിന്നെ പടത്തിൻ്റെ VFX ഒക്കെ ഉണ്ട്, കുറേ രംഗങ്ങൾ VFX ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പ് നോച്ചാണ്. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ടോപ്പ് നോച്ചാണ് ഇതിൻ്റെ VFX ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൂസ്പംസ് ഒക്കെ തരുന്ന കുറേ സീനുകൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നും രണ്ടൊന്നും അല്ല, കുറേ അധികം സീനുകൾ അങ്ങനെ ഗൂസ്പംസ് തരുന്ന സീനുകളുണ്ട്. അത് കാണുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സാധാരണ എല്ലാവരും പറയുന്നതാണ് അന്യഭാഷാ സിനിമകളിൽ പോയിട്ട് ജയറാമേട്ടൻ ഭയങ്കര മോശം വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഗംഭീര വേഷം ചെയ്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒരു ഭയങ്കര ഒരു ക്രൂഷ്യലായിട്ടുള്ള റോളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നായികയുടെ വേഷം ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. രുക്മിണി വസന്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരി കിഡിലായിട്ടുള്ള ഒരു വേഷം ചെയ്തേക്കുന്നത്. ചുമ്മാ ഒരു കാഷ്വൽ റോളല്ല പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വലിയൊരു വേഷമുള്ള റോള് തന്നെ പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ സിനിമ ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. ഇതൊരു ഭക്തിപടമാണ്. ഭക്തിപടമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഒരിക്കലും. ഇത് സിനിമയുടെ അവർക്ക് അതിൻ്റെതുള്ള ഒരു വിഷൻ ഉണ്ട്, അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ഭക്തിപടമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ലോജിക്കലായിട്ടെന്നേ പറയുന്നില്ല, പക്ഷേ ഒരിക്കലും ഒരു ഭക്തിപടമല്ല.